ഹലോ, ഗുഡ് ഈവനിങ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അതിൻ്റെ സന്തോഷമാട്ടോ നിങ്ങളെ കാണുന്നേ. ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ ഇറങ്ങി ചാടി ബസ്സിലോട്ട് കയറി കേട്ടോ. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സോങ് ആട്ടോ ലാലേട്ടൻ്റെ. നിങ്ങളുടെയോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് സന്തോഷിച്ച് നടന്നു പോവുകയാണ് കേട്ടോ. എന്തിനാണെന്ന് അറിയേണ്ടി ചെന്നപ്പോൾ ബാഹുബലി പടം ഓടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എന്നെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് എൻ്റെ അമ്മ എത്തിയിരുന്നു കേട്ടോ. ഞാനും ആദമോനും യാത്രയായി. എൻ്റെ റൂമിനോടും വീടിനോടൊക്കെ യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ, എൻ്റെ മിനിമോള്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമ്മളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നമുക്കെന്ത് സന്തോഷമായിരിക്കും അല്ലേ. ഞാൻ വേഗം കാറിലോട്ട് മാക്കം കയറിയിരുന്നു. എൻ്റെ വീടിന് മുൻപിൽ തന്നെ ഔസപിതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അവിടെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാലപ്പുറത്താട്ടോ എൻ്റെ സ്വന്തം വീട്. ബീച്ച് റോഡിലോട്ട് പോകും വഴി റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു വൈറ്റ് ഗേറ്റ് ഉണ്ടല്ലോ, അതിലോട്ട് കയറി എൻ്റെ വീട് കാണാം കേട്ടോ. എൻ്റെ വീട്ടിലോട്ടുള്ള കയറുന്നുള്ള സീനാട്ടോ ഈ കാണുന്നത്. കാലാവസ്ഥ എത്ര നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ജസ്റ്റ് അടിപൊളിയാട്ടോ. അത് നിങ്ങൾ ഒരു വട്ടം വന്ന് വിസിറ്റ് ചെയ്ത് അറിയാൻ പറ്റും. കണ്ടില്ലേ എത്ര മനോഹരമാണ്. വഞ്ചിയും കൊച്ചു വഞ്ചിയും എല്ലാം കൊണ്ട് നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ എൻ്റെ അവിടെ. കണ്ടില്ലേ, ഞങ്ങളുടേത് വന്നിട്ട് ഒരു കോമ്പൗണ്ടിൽ 3 വീടാട്ടോ. ഇതാണ് ആൻറ്റിയുടെ വീട്. നടുക്കുള്ളത് തറവാടും ഈ നേരെ കാണുന്നതാട്ടോ എൻ്റെ വീട്. ഈ കിടക്കുന്നത് ഞങ്ങളുടെ കാറാട്ടോ. ഞാൻ ഇന്ന് സ്നേഹത്തോടെ കാറൂട്ടി എന്നാണ് അവളെ വിളിക്കുന്നത് കേട്ടോ. വീട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ എന്നെ കാത്ത് പഴംപൊരി ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് വിടോ, ഞാൻ മാക്കം വേഗം കടിച്ച് തിന്നായിരുന്നു. വിശപ്പുണ്ടായിരുന്നേ. അത് പെട്ടെന്ന് പാത്രം കാലിയായത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ആകെ ഒരു പീസ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ വേഗം തിന്നു. നമ്മളുടെ അമ്മമാരുടെ സ്ഥിരം ഏരിയയാണല്ലേ അടുക്കള. എൻ്റെ അമ്മക്ക് എൻ്റെ പപ്പ ഒരുക്കി കൊടുത്തതാണ് കേട്ടോ ഇത്ര വിജിലംബിച്ച അടുക്കള. പപ്പയുടെ കലാവിരുദ്ധങ്ങളാട്ടോ ഈ കാണുന്നേ. മിനീസ് കിച്ചൺ എന്നൊക്കെ പപ്പ അമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തു കൊടുത്തതാട്ടോ. നിങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. എൻ്റെ സ്വന്തം സ്പൈക്ക് മോൾ. എൻ്റെ എല്ലാം ആട്ടോ, എൻ്റെ ജീവനാണ്. ഭയങ്കര രസമാണ് ഇവളെ കൂടി കളിക്കാനൊക്കെ. എൻ്റെ പെറ്റാണ് കേട്ടോ. ഇടയ്ക്കാണ് ഞാൻ ചെല്ലുന്നെങ്കിലും അവളുടെ വക എനിക്കൊരു ഉമ്മ ഉറപ്പാണ് കേട്ടോ ചെന്ന് കഴിഞ്ഞാൽ. കണ്ടില്ലേ, ഒന്നും പറയണ്ട, അവൾ ഒന്നും പറയാനില്ല. അവളെ കൊണ്ട് അടിപൊളിയാണ്. രാത്രി ആയപ്പോഴേക്കിനും കലവറ ഭയങ്കരമായിട്ട് നിറഞ്ഞിരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. അമ്മ സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഒരുക്കിയിരുന്നു. ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അതൊന്ന് തുറന്നു നോക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഓയ്യോ, എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ഇത് മനസ്സിലായോ എന്താണെന്ന്? പുളിങ്കറി ആട്ടോ. അപ്പോൾ ബാക്കിയുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ പുറകെ എന്താ വരുന്നതെന്ന്. ഇതെൻ്റെ ഫേവറേറ്റ് ഐറ്റം ആട്ടോ, എൻ്റെ അമ്മയുടെ വക സ്പെഷ്യൽ. ഇടയ്ക്കാണ് ഞാൻ ചെല്ലുന്നതെങ്കിലും ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ ഒറ്റ മോളാണേ. അതിൻ്റെ ഒരു വൈബാണ് കാണുന്നത്. പിന്നെ എൻ്റെ മിനിമോളുടെ വക സ്പെഷ്യൽ ബീഫ് നെയ്ച്ചോറായിരുന്നു കേട്ടോ. ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അമ്മ സർപ്രൈസായിട്ട് ഒരുക്കിയതാട്ടോ. അതിനൊരു കാരണവും കൂടിയുണ്ട്. മരുമോന് വേണ്ടി ചെയ്തെന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത്. കാരണം ഞാൻ പുറകെ അറിയിക്കാം കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ അമ്മയുടെ സ്നേഹം തന്നെ അമ്മ വിളമ്പി എൻ്റെ പപ്പയ്ക്കാണെങ്കിലും മരുമോനാണെങ്കിലും എനിക്കാണെങ്കിലും അമ്മ തന്നെ ആട്ടോ വിളമ്പി തന്നെ. അമ്മമാർ വിളമ്പി തരുമ്പോൾ ഒന്നും കൂടി രുചി കൂടും അല്ലേ. ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എൻ്റെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനും വേഗം മാക്കം ഞാൻ ചവച്ച് വേഗം തിന്നായിരുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാലഡും പുളിങ്കറിയും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ ബൈ, സീ യു.